ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുള്ള ബോൺസായി ബോഗൈൻവില്ല. ഇതിനെ ഞാൻ 2-3 വർഷമായിട്ട് റീപോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ പോട്ടെല്ലാം തന്നെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഈ പോട്ടിൽ നിന്ന് മാറ്റി ഞാൻ പുതിയൊരു പോട്ടിലേക്ക് മാറ്റാനുള്ള ആ ഒരു റീപോർട്ടിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെ ഈ പോട്ട് ദ്രവിച്ച് നല്ല രീതിയിൽ നാശമായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേര് നല്ലപോലെ തിങ്ങി നിറഞ്ഞതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. വേര് നല്ലപോലെ തിങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതിൻ്റെ മേൽമണ്ണ് ഇളക്കി കളഞ്ഞിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക നിർബന്ധമാണ്. കാരണം വേര് തിങ്ങിക്കഴിഞ്ഞാൽ ഈ ചെടിക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് ബാധിക്കും. ഇത് നല്ല രീതിയിൽ തന്നെ വേര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഇതുപോലുള്ളൊരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ 4 ഭാഗത്തുനിന്നും ഇതുപോലെ ആ മണ്ണിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കുറേ വേരുകളും കട്ട് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഒഴിവായി കിട്ടും. അത് നമ്മുടെ പ്ലാന്റിനെ ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ പുതിയ മണ്ണിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത്രയും മണ്ണ് നമുക്ക് അത്രയും സ്പേസിൽ ഇട്ട് കൊടുക്കാനും കഴിയും. ഒരു 30% ആ പ്ലാന്റിൻ്റെ മണ്ണിൻ്റെ ഒരു 30% നമ്മൾ എടുത്ത് കളയണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ അമിതമായി വളർന്നിരിക്കുന്ന വേരുകളൊക്കെ തന്നെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേരുകൾ അതിൽ നിന്നും വീണ്ടും പുതിയ ബ്രാഞ്ചുകൾ വേര് പൊട്ടി വരാനും അതിൻ്റെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. ഇതിനെ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള പോട്ട് ഇത് ഞാൻ തന്നെ നിർമ്മിച്ചെടുത്തൊരു പോട്ടാണ്. ബോൺസായി പോട്ടിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ മേക്ക് ചെയ്തെടുത്തൊരു പോട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണിച്ചു തരാം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അടിയിലൊരു ഓടിങ് കഷ്ണം വെച്ച് കൊടുത്താൽ ഡ്രൈനേജിൻ്റെ അവിടെ നമുക്ക് ഒരു ഹോളിന് നമുക്കൊരു ഓടിങ് കഷ്ണം വെച്ച് കൊടുത്താൽ നല്ലതാണ്. ഇത് ഈ പ്ലാന്റ് അതിൽ ശരിക്കും പറഞ്ഞാൽ വെച്ച സമയത്ത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ വേര് പൊട്ടാത്ത രീതിയിൽ ടൈറ്റിൽ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു ഭംഗിയായി. കാരണം അത് നമ്മൾ പോട്ട് ചെറുതാക്കി എടുക്കുന്നതാണ് ഏറ്റവും ഭംഗി. ആദ്യം ഉണ്ടായിരുന്ന പോട്ടിലേറെ കുറച്ചുകൂടെ ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെച്ച് പോട്ട്. അപ്പോൾ ആ വേര് പൊട്ടാത്ത രീതിയിൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. ആ വേര് മുറിച്ച് കളയാൻ പാടില്ല, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ആ പ്ലാന്റിനെ ആദ്യം ഉണ്ടായിരുന്ന ഈ പ്ലാന്റിനെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോട്ടിൽ നിന്നും വെച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെയൊക്കെ വേരിനാണ് കൂടുതൽ ഭംഗി. അതുകൊണ്ട് ആ വേര് കുറച്ചുകൂടെ മുകളിലേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ബോൺസായി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് നമ്മളിതിൻ്റെ ചുവട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വേരുകളൊക്കെ വന്നിട്ട് അത് നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് തന്നെ ഫ്ലവർ ചെയ്യും, വളർച്ചയുണ്ടാവും. അങ്ങനെ ഈ പോട്ടിനെ നമ്മൾ പോട്ടി മിക്സെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ സൈഡിലൊന്നും വെക്കുന്നില്ല. കാരണം അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആ വെയിലത്ത് തന്നെ കൊണ്ടുവെക്കുകയാണ്. കാരണം ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേര് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് ബാധിക്കില്ല. പിന്നെ മാത്രമല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രായമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് അതിന് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൻ്റെ
ഇതിൽ ബാലൻസുള്ള ഫ്ലവറിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെയുള്ള വലിയ ലീഫുകൾ, അതുപോലെ അതിൻ്റെ കമ്പുകളിൽ മുൻവശം കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഷേപ്പാക്കിയിട്ട് നമ്മളിതിനെ വീണ്ടും നമ്മളെ സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കണം. കാരണം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് വീണ്ടും സെക്കൻഡ് ഫ്ലവറിനുള്ള സമയമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ പ്ലാന്റും ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, അടുത്തൊരു വീഡിയോ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ സെക്കൻഡ് ഫ്ലവറിങ് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇതിന് ശേഷമുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.